നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കവർച്ചാ കേസുകളിലെ പ്രതി കാപ്പ നിയമപ്രകാരം അറസ്റ്റിൽ. താനാളൂരിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറി വൻ ദുരന്തം ഒഴിവായി. +1 സീറ്റ് സമരം ശക്തമാക്കുമെന്ന് വെൽഫെയർ പാർട്ടി. മുംബൈ ഹൈക്കോടതി സീനിയർ ജസ്റ്റിസ് ശ്രീറാം കെയാറും ഭാര്യ ഉഷയും ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ദ്വിവാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് ആലത്തൂർ ഹാജിത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. വേനൽ വരൾച്ചയെ നേരിടാൻ വെട്ടം മാതൃകയാവുന്നു. വിശദമായ വാർത്തകൾ. കവർച്ചയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡിക്കെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു. താനൂർ ചീരാൻ കടപ്പുറം സ്വദേശി പക്കീച്ചിന്റെ പുരക്കൽ അയൂബ് എന്ന ഡാനി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീധരൻ എസ് IPSന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് IAS ആണ് ഉത്തരവിറക്കിയത്. അവസാനമായി കവർച്ചാ കേസിലുൾപ്പെട്ട് തടവിൽ കഴിയുകയായിരുന്ന ടിയാൻ 2 മാസം മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത്. ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, വീടുകളിൽ കയറി ആക്രമണം നടത്തി സ്ത്രീകൾക്ക് മാനഹാനി വരുത്തുക തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അയൂബ്. ഒളിവിലായിരുന്ന അയൂബിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം താനൂർ DYSP ബെന്നി VVയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കാപ്പ 3 നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അയൂബിനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി. 6 മാസത്തേക്കാണ് തടവ്. സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. താനാളൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സാബിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറി. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് സംഭവം. സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ കാർ നിർത്തി സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്ത ഉടൻ സൂപ്പർ മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. പൊന്മുണ്ടം സ്വദേശിയുടേതാണ് കാർ. ഇടിയുടെ ആഘാതത്തിൽ കടയുടെ ഗ്ലാസുകൾ തകർന്നിട്ടുണ്ട്. കാറിനും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. സൂപ്പർ മാർക്കറ്റിൽ ആളുകൾ കുറവായ സമയമായതിനാൽ ആർക്കും പരിക്കേൽക്കാതെ വൻ ദുരന്തമൊഴിവായി. വെട്ടം ന്യൂസ്, താനാളൂർ. +1 സീറ്റ് വിഷയത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ലഭിക്കും വരെ സമര പോരാട്ടങ്ങളുമായി വെൽഫെയർ പാർട്ടിയും വിദ്യാർത്ഥി സംഘടന ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റും മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ പറഞ്ഞു. തിരൂർ TIC ഓഡിറ്റോറിയത്തിൽ വെച്ച് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 84,900 സംതിങ് വിദ്യാർത്ഥികളാണ് നമ്മുടെ ജില്ലയിൽ ഈ വർഷം പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. അവരിൽ +2 മറ്റു അനുബന്ധമായി 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആശ്രയിക്കാവുന്ന മറ്റു സംവിധാനങ്ങളുമൊക്കെ എടുത്താൽ BHSC, പോളിയൊക്കെ എടുത്താൽ 55,000-ഓളം സീറ്റുകളാണ്, 54,000 സംതിങ് സീറ്റുകളാണ് ജില്ലയിലുള്ളത്. 25,000-ഓളം സീറ്റുകൾ, 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഉപരിപഠനാവശ്യാർത്ഥം പെരുവഴിയിലാകുന്ന അവസ്ഥയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഇത്
ഈ കണക്ക് വളരെ കൃത്യമായി അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വർഷങ്ങളായി ഈ കണക്കും ഈ വികസന വിവേചനവും ഭരണകൂടം ഒരു പ്രദേശത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് നമ്മുടെ. 2024 പ്രവർത്തന ഫണ്ട് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ വീടുകൾ സന്ദർശിച്ച വെട്ടം യൂണിറ്റ്, ഏറ്റവും കൂടുതൽ സംഖ്യ കളക്ട് ചെയ്ത കോട്ട് യൂണിറ്റ് എന്നീ കമ്മിറ്റികളെയും വനിതാ കളക്ഷന് നേതൃത്വം നൽകിയ സുഹറ വെട്ടത്തെയും സംഗമത്തിൽ ആദരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി മജീദ് മാടമ്പാട്ട് സ്വാഗതവും മണ്ഡലം ട്രഷറർ മുഹമ്മദ് കണ്ണമ്പലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വെട്ടം. മുംബൈ ഹൈക്കോടതി സീനിയർ ജസ്റ്റിസ് ശ്രീറാം കെ.ആർ., അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ എന്നിവർ ഇന്ന് ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9 മണിക്കായിരുന്നു ദർശനം നടത്തിയത്. രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ ഇവർ 10:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി. ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യങ്ങളായ അവിൽ നിവേദ്യം, പാൽപായസം നിവേദ്യം, നെയ്വിളക്ക് എന്നിവ നടത്തുകയുണ്ടായി. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെ, മറ്റു ദേവസ്വം ജീവനക്കാരും കൂടി ഇവരെ സ്വീകരിച്ചു. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ ദ്വിവാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് ആലത്തിയൂർ ഹാജിത്ത് ഓഡിറ്റോറിയത്തിൽ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് എം മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. അതുപ്രകാരം തന്നെ തൊട്ടപ്പുറം ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലും അതിൽ നാശനഷ്ടം വന്നിരുന്നു, മറ്റേ തകർന്നു പോയിരുന്നു. അതിൻ്റെ ഓണറുമായി പലവട്ടം സംസാരിക്കുകയും അദ്ദേഹം മാന്യമായ ഇടപെടൽ നടത്തുകയും ആ വ്യാപാരിക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. അത് അദ്ദേഹം തന്നെ ആലത്തിയൂർ വ്യാപാര ഭവനിൽ വന്ന് ആ പ്രിയപ്പെട്ട വ്യാപാരിക്ക് അവിടെ അമ്മ മുഖേന അച്ഛൻ മുഖേന അത് നൽകുകയും അതുകൊണ്ട് അവർ ആലത്തിയൂർ അങ്ങാടിയിൽ പുതിയ ബിൽഡിങ്ങിൽ കച്ചവടം ആരംഭിക്കുകയും ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ വലിയ കച്ചവടമായി അത് ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു അറിയിപ്പ് കൂടി നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെ വ്യാപാരികളുടെ മറ്റുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം തന്നെ വ്യാപാരികൾ നമ്മളോട് ഇടപെടുമ്പോൾ അതിലൊന്നിൽ നിന്നും നമ്മൾ മുഖം തിരിക്കാതെ നിരന്തരം അവരുമായി ബന്ധപ്പെടുകയും പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് മോൻ ഹാജി സ്വാഗതം പറഞ്ഞു. KVVS ജില്ലാ ഉപാധ്യക്ഷൻ PA ബാവ മുഖ്യപ്രഭാഷണം നടത്തി. KVVS ജില്ലാ സെക്രട്ടറി ഇ പ്രകാശ്, ടെക്നോ നാസർ, ഏകോപന സമിതി തവനൂർ മണ്ഡലം പ്രസിഡന്റ് ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PK റസാഖ് ഹാജി വരവ് ചിലവ് കണക്കുകളും റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ +2 SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മൊമെന്റോ നൽകി വിദ്യാർത്ഥികളെ ആദരിച്ചു. രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായം ജില്ലാ ഉപാധ്യക്ഷൻ PA ബാവ രോഗികൾക്ക് നൽകി. വ്യാപാരികളുടെ സുരക്ഷാ പദ്ധതിയായ MDTWF സാമൂഹ്യ സുരക്ഷാ പദ്ധതി 10 ലക്ഷം രൂപ പൂർണ്ണാർത്ഥത്തിൽ ഓരോ മേഖലയിലും നടപ്പിലാക്കുവാനും വ്യാപാരികളുടെ ദൈനംദിന വിഷയങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികൾ നിരന്തരം ഇടപെട്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹാരം കാണുന്നതിനും പൊതുസമൂഹത്തിന് ഉപകാരപ്രദവും സന്തോഷകരമായ നടപടികളുമായി എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും മുന്നോട്ട് നീങ്ങണമെന്നും ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വ്യാപാരികളെ ആഹ്വാനം ചെയ്തു. ജനറൽ ബോഡി മീറ്റിംഗിൽ സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. 2024-2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. കടുത്ത വേനൽ വരൾച്ചയിൽ ഭൂജലനിരപ്പ് ക്രമാതീതമായി താഴുന്ന സാഹചര്യത്തിൽ ജലാശയ സംരക്ഷണത്തിനായി ത്വരിതഗതിയിലുള്ള നടപടികളുമായി വെട്ടം ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ നികന്നുപോയ കുളങ്ങൾ ആഴം കൂട്ടി പൂർവ്വസ്ഥിതിയിലാക്കുകയും കാർഷിക ആവശ്യങ്ങൾക്കായി പുതിയ കുളങ്ങൾ നിർമ്മിക്കുകയും നിലവിലുള്ള മുഴുവൻ തോടുകളുടെയും പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനുള്ള മാർഗം എന്ന നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഇതുവഴി നടത്തുന്നത്. നിലവിൽ പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി സ്ഥലങ്ങൾ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുസ്മിത ബാനു, ജോയിന്റ് BDO ജയ്സൽ, ജില്ലാ അഗ്രികൾച്ചറൽ എഞ്ചിനീയർ റബീഹ, ബ്ലോക്ക് സെക്രട്ടറി, ബ്ലോക്ക് അഗ്രിഡിറ്റ് എഞ്ചിനീയർ ഫയാസ് എന്നിവർ സന്ദർശിച്ചു. മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള തോടുകൾ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി ഏകദേശം 700 മീറ്ററാണ് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ പഞ്ചായത്ത് ഭാഗത്ത് സംരക്ഷിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ
കുളങ്ങളും തോടുകളൊക്കെ ഇപ്രാവശ്യം ശുചീകരിക്കുവാനും ജലത്തിൻ്റെ ഒഴുക്കിനെ സുഗമമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട്. തിരൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള തൊഴിലുറപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വട്ടം പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ള മഴക്കാലം അതിനകത്ത് ഒരു ദുരിതവും അനുഭവിക്കാത്ത രൂപത്തിൽ ജനങ്ങളുടെ കൃഷിയിടങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിന് ഭാഗമായിട്ട് കുളങ്ങളും മറ്റും ജനങ്ങളുടെ കൃഷിയിടങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവൃത്തികളിൽ ഇനിയും മുന്നിട്ട് നിൽക്കുമെന്ന് അറിയിക്കുന്നു. ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്ന സാഹചര്യത്തിൽ സെമി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് തിരൂർ ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകൾ. ഈ സാഹചര്യത്തിലാണ് ഭരണസമിതി ജലാശയ പുനരുദ്ധാരണം ഏറ്റെടുത്ത് ഈ വേനലിൽ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, സെക്രട്ടറി ടി അബ്ദുസലീം, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ കെ വി, തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരായ ഹാരിസ് സി, ജാഫർ കെ, നൌഫൽ വി ഇ, രതി കെ, റീന സി എന്നിവരാണ് മേൽനോട്ടം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.